നമസ്കാരം, ഞാൻ ഡേസൺ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. മുസ്ലിം സഹോദരന്മാർക്ക് ഹലാലായി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ഏതൊക്കെ ഫണ്ടുകളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലാണ്? ഈ കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായി ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലെ എൻ്റെ ഒരു എക്സ്പീരിയൻസും അതിനപ്പുറത്തേക്ക് മറ്റ് സെക്കൻഡറി സോഴ്സുകളിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷൻസും അതിനും അപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു മേഖലയിൽ നല്ല അറിവുള്ള മുസ്ലിം മത പണ്ഡിതർ അവരിൽ നിന്ന് ലഭിച്ച അറിവുകളും കൂട്ടിച്ചേർത്താണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. മുസ്ലിം സഹോദരന്മാർക്ക് ഹലാലായി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഹലാൽ ഇൻവെസ്റ്റ്മെൻറ്റുകളല്ല. ഇന്ത്യയിൽ 4000-ൽ പരം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. അവയിൽ വളരെ കുറച്ച് മാത്രമാണ് ഹലാൽ ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ട് പരിഗണിക്കാൻ വേണ്ടി സാധിക്കുക. അതായത് സംഗതി ഇങ്ങനെയാണ്: ശരിയ ലോ പ്രകാരം നിഷിദ്ധമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമായിട്ടുള്ള ചില ബിസിനസ്സുകളും ചില ആക്ടിവിറ്റികളും ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണവ? ഇൻട്രസ്റ്റ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്, പലിശ വാങ്ങുക അല്ലെങ്കിൽ പലിശ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുകൾ, അവയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്. അതുപോലെ തന്നെ ഗാംബ്ലിങ്ങുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ, അതുപോലെ പോർക്കിൻ്റെ പ്രൊഡക്ഷൻ, സെയിൽസ്, ഡിസ്ട്രിബ്യൂഷൻ ഇവയൊക്കെ ചെയ്യുന്ന ബിസിനസ്സുകൾ, ആൽക്കഹോള്, അതുപോലെ ടൊബാക്കോ, അതുപോലെ മറ്റ് നാർക്കോട്ടിക്സ്, അതുപോലെ തന്നെ പോർണോഗ്രഫി തുടങ്ങിയ ബിസിനസ്സുകൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഇവയിലേക്കൊക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നിഷിദ്ധമാണ്, ഹറാമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഹലാൽ അല്ല, നിഷിദ്ധമാണ്. എന്നാൽ ഇത്തരം ബിസിനസ്സുകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. അവയിൽ ഹലാലായി തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെയാണ് അത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ എന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, ഹലാൽ ഫണ്ട് അഥവാ എത്തിക്കൽ ഫണ്ട്. അതായത് ഹലാൽ സർട്ടിഫിക്കേഷനോട് കൂടിയ ചില മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. ശരിയ പ്രിൻസിപ്പിൾസ് വളരെ കൃത്യമായി ഫോളോ ചെയ്യുന്നവ. നമ്മൾ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ബിസിനസ്സുകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ. അതുപോലെ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ ഡെപ്റ്റ് വളരെ കുറഞ്ഞ തരത്തിലുള്ള കമ്പനികളുമായിരിക്കും. ഇത്തരം ഫണ്ടുകൾക്ക് ഉദാഹരണങ്ങൾ ടാറ്റ എത്തിക്കൽ ഫണ്ട്, ടോറസ് എത്തിക്കൽ ഫണ്ട്, ക്വാണ്ടം എത്തിക്കൽ ഫണ്ട് തുടങ്ങിയവയാണ്. പരിമിതമാണ് ഇവയുടെ എണ്ണം എന്ന കാര്യം മറക്കരുത്. ഇനി രണ്ടാമത്തേത് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളാണ്. ഗോൾഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രശ്നമുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിന് ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ 90% ഇൻവെസ്റ്റ്മെന്റും പോകുന്നത് ഗോൾഡിലേക്കാണ്. എന്നാൽ ഒരു 10% ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റുകളിലേക്ക്, കടപ്പത്രങ്ങളിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്? പലിശ എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നുണ്ട്. ഇൻവെസ്റ്റർക്ക് ഓക്കെ ആണ് എങ്കിൽ, ഇൻവെസ്റ്റർ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്തരം ഫണ്ടുകളിൽ നിക്ഷേപിക്കുക. എന്നിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് ഇൻകം അതിന് കണക്കാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യുക? പർജിങ് ഓഫ് ഇൻകം അത് ചെയ്യുക. എങ്ങനെയാ പർജിങ് ഓഫ് ഇൻകം ചെയ്യുക? അറിയാവുന്ന വിചാരിക്കുന്നു. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് സോഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിച്ച് ആ ഒരു ഇൻകത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്യൂരിഫൈ ചെയ്തെടുക്കുന്നു. പ്രത്യേകം ഓർക്കുക, ഇൻവെസ്റ്റർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇനി മൂന്നാമത്തെ തരം മ്യൂച്വൽ ഫണ്ടുകളാണ് സെക്ടറൽ മ്യൂച്വൽ ഫണ്ടുകൾ. എന്താണ് ഈ സെക്ടറൽ മ്യൂച്വൽ ഫണ്ടുകൾ? ഏതെങ്കിലുമൊക്കെ പ്രത്യേക സെക്ടറിൽപ്പെട്ട കമ്പനികളിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. സെക്ടറൽ മ്യൂച്വൽ ഫണ്ടുകൾ എന്നാണ് അവ അറിയപ്പെടുക. അപ്പോൾ ചില പ്രത്യേക സെക്ടറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നിഷിദ്ധമായ ബിസിനസ്സുകളൊന്നും വരുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമ മ്യൂച്വൽ ഫണ്ടുകൾ. ഫാർമ മ്യൂച്വൽ ഫണ്ടിന്റെ കേസ് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? പ്രധാനമായിട്ടും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, ആ മേഖലയിലുള്ള കമ്പനികളിലേക്ക്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഹറാമായിട്ടുള്ള ബിസിനസ്സുകളൊന്നും വരുന്നില്ല. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ മ്യൂച്വൽ ഫണ്ടുകൾ, അതുപോലെ IT ഫണ്ടുകൾ, ഇവയൊക്കെ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾ ഡെപ്റ്റ് കൂടിയവ ആകാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ വേണ്ടി സാധിക്കുക നമുക്ക്? ഇത്തരം മ്യൂച്വൽ ഫണ്ടുകളുടെ പോർട്ട്ഫോളിയോ കൃത്യമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഏതൊക്കെ കമ്പനികളിലേക്കാണ് പോകുന്നത് എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ കമ്പനികളുടെ ലിസ്റ്റ് നോക്കിയിട്ട്
അവർ നമ്മൾ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ബിസിനസ്സുകളൊന്നും ചെയ്യുന്നില്ല എന്ന കാര്യം ഉറപ്പാക്കുക. അതിനുശേഷം എന്താണ്, അവരുടെ ഡെപ്റ്റ് എത്രത്തോളം ഉണ്ട്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എത്രയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി നമുക്ക് ഓക്കെ ആണ് എങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താവുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ 3 വിഭാഗത്തിലുള്ള ഫണ്ടുകളിലാണ് ഹലാലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് വളരെ പരിമിതമാണ്. ശരിക്കും എന്താ അതിന്റെ കാരണം എന്നറിയാവോ? ഒട്ടുമിക്ക മ്യൂച്വൽ ഫണ്ടുകളിലും എന്ത് വരുന്നുണ്ട്, ഈ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സർവീസിലെ കമ്പനികൾ വരുന്നുണ്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽപ്പെട്ട കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാത്ത മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് മുമ്പുള്ള ഓപ്ഷൻസ് വളരെ വളരെ പരിമിതമായിട്ട് നിൽക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.